ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തും അതിനുശേഷം UDF ജയിച്ചതിന് ശേഷവും അതിനുശേഷം മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുമ്പോഴും മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷവും നിരന്തരമായി കേട്ടിരുന്ന ഒരു ആഖ്യാനമായിരുന്നു ഒരു സമുദായം, മുസ്ലിം സമുദായം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നു എന്ന രൂപത്തിൽ, പ്രത്യേകിച്ചും ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ മുസ്ലിങ്ങൾ അനർഹമായ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുകയാണ്, അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ന രൂപത്തിലുള്ള ഒരു ആഖ്യാനം സ്വാഭാവികമായിട്ടും അത് ആരുടെ ഭാഗത്താണ് വരിക എന്ന് നമുക്കറിയാം. BJPയുടെ ഔദ്യോഗികമായ BJP കേരളം എന്ന് പറയുന്ന ഔദ്യോഗിക ഹാൻഡിലിൽ നിന്ന് തന്നെ 2ലും 3ലും ഒതുങ്ങാതെ നിരന്തരമായി അത്തരം പോസ്റ്റുകൾ, അതായത് പാണക്കാട് നിന്നാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ന രൂപത്തിലുള്ള ഒരു ആഖ്യാനം നിർമ്മിക്കപ്പെടുന്നത് നമ്മൾ കാണുകയുണ്ടായി. സ്വാഭാവികമായിട്ടും എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് പാണക്കാട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയല്ല അവിടെ ഉദ്ദേശം. അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് മുസ്ലിങ്ങൾ എന്ന് പറയുന്നൊരു വിഭാഗം, ന്യൂനപക്ഷങ്ങൾ, ഇവിടെയുള്ള മുസ്ലിം വിഭാഗം, അവരാണ് എന്ത് ചെയ്യുന്നത്, ഭരണം നടത്തുന്നത്. അങ്ങനെയുള്ള ഇവിടെയുള്ള ക്രൈസ്തവരെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും എല്ലാവരെയും ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും എല്ലാവരും മുസ്ലിങ്ങളെ ഭരിക്കാൻ പോവാണ്, മുസ്ലിങ്ങളുടെ ഭരണമാണ് ഇവിടെ എന്ന് ധ്വനിപ്പിക്കലാണ് BJPയുടെ ആവശ്യം. അത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവരൊരു വർഗീയ പൊളിറ്റിക്സാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതും കളിക്കാൻ ഉദ്ദേശിക്കുന്നതും ഒക്കെ വർഗീയ പൊളിറ്റിക്സ് ആയതുകൊണ്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മന്ത്രിസഭയിലുള്ള പ്രാതിനിധ്യം അടക്കമെടുത്ത് നോക്കുമ്പോൾ ഈ ക്രൈസ്തവ വിഭാഗത്തിനാണ് ഉള്ളതിലേറെ പ്രാതിനിധ്യമുള്ളത്. ക്രൈസ്തവ വിഭാഗത്തിനും നായർ വിഭാഗത്തിനുമാണെന്ന് നമുക്കറിയാം. മുസ്ലിങ്ങൾക്ക് ഉള്ളതിനേക്കാൾ കുറവാണ് പ്രാതിനിധ്യം. പക്ഷെ അതൊന്നും കണക്കുകളൊന്നും ഈ പറഞ്ഞ വർഗീയ അജണ്ടകൾക്ക് മുമ്പിൽ വിലപ്പോവില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആഖ്യാനം നിർമ്മിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാനായിരിക്കും BJP ഇനി മുതൽ ശ്രമിക്കുക. അതിൻ്റെ കൂടെ വളരെ ദൗർഭാഗ്യരെന്ന് പറയട്ടെ ചില സമുദായ നേതാക്കന്മാരും NSSൻ്റെയും അതുപോലെ തന്നെ SNDPയുടെയും അടക്കം നേതാക്കന്മാരടക്കം അത്തരത്തിലുള്ള ഒരു ആഖ്യാനത്തിന് കുടപിടിക്കുന്നൊരവസ്ഥ പിന്നീട് നമ്മൾ കാണുകയുണ്ടായി. ഇവിടെ യഥാർത്ഥത്തിൽ ഇതിനോട് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതികരണം, യഥാർത്ഥത്തിൽ ഞാനൊക്കെ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്താണ് എന്നുള്ള ഒരു ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള M ശിവപ്രസാദിൻ്റെ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു പ്രസ്താവന കണ്ടത്. ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് ന്യൂനപക്ഷ സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വർഗീയ പ്രചാരണം നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആ ഒരു പ്രസ്താവന. സത്യത്തിൽ അത് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ ആ ഒരു വാർത്തക്ക് കീഴിലടക്കെ കമൻ്റ് ചെയ്ത ഒരു കാര്യം, ഇതേ ശിവപ്രസാദ്, SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ഇതേ ശിവപ്രസാദ് ഈ ഇലക്ഷൻ്റെ കുറച്ച് മുമ്പ് വരെ, അതായത് ഈ യൂണിവേഴ്സിറ്റി ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് MSFുമായി അവർ കൊമ്പ് കോർത്തിരുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം ചെയ്തൊരു പോസ്റ്റ് പല ആളുകളും കണ്ടിട്ടുണ്ടാവും. കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ടോ? തീർച്ചയായും ഇല്ല. കേരളത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയോട് ഫോബിയ തീർച്ചയായും ഉണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്, ജമാഅത്തെ ഇസ്ലാമിയോട് ഫോബിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഇസ്ലാമോഫോബിയ, മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞ സംഭവം തന്നെ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ലീഗിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്, ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഖ്യാനം മുമ്പ് അദ്ദേഹം നടത്തിയിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞ ആളാണോ ഈ പറയുന്നത് എന്ന രൂപത്തിലൊരു ചിന്തയാണ് സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനോട് ഈ രൂപത്തിൽ പ്രതികരിക്കുന്ന ആളുകളോട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ പ്രധാനമായും ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇടതുപക്ഷം പ്രതിപക്ഷത്താണ്. അപ്പോൾ ഇവിടെ M ശിവപ്രസാദ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല അവിടെ ലക്ഷ്യം, മറിച്ച് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ഒരു സമുദായത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു വർഗീയ പ്രചാരണം എന്നുള്ള ആ ഒരു പൊസിഷൻ ക്ലിയറാണ്. നമ്മളുടെ ഇപ്പോൾ ഉള്ള, അല്ലെങ്കിൽ ഇതിനെതിരെ കമൻറ്റ് ചെയ്യുന്ന ആളുകളുടെ പല ആളുകളുടെയും മനസ്സിലുള്ള ഇപ്പോൾ ഉള്ളൊരു കൺസേൺ എന്ന് പറയുന്നത്, ഇവർ ഭരണത്തിലിരിക്കുമ്പോൾ ഇമാതിരിയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെ കേരളത്തിൽ ഇസ്ലാമോഫോബിയ തന്നെ ഇല്ല എന്നും മുസ്ലിം വിരുദ്ധത തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും. വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞു, ഞാൻ മലപ്പുറം ജില്ലയിലെ മുസ്ലിംസിനെ കുറിച്ചല്ല പറഞ്ഞത്, മുസ്ലിം ലീഗിനെ കുറിച്ചാണ്. മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ ആർക്കും അധികാരമില്ലേ? മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ എങ്ങനെയുള്ളൂ മലപ്പുറത്തെ മുഴുവൻ മുസ്ലിങ്ങളെയാണ് വിമർശിക്കുന്നത് അർത്ഥം വരുന്നത്? ടീച്ചർ വിശ്വസിക്കുന്നുണ്ടോ വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണെന്ന്? ഏത് മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞത്? അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയുന്നു, പിന്നെ നമ്മൾ എന്തിനാ വിശ്വസിക്കണം? കേട്ടിരുന്നോ? പ്രതികരണം കേട്ടിരുന്നു? ഞാനത് നേരിട്ട് കേട്ടിട്ടില്ല. കേരളത്തിൽ ഇസ്ലാമോഫോബിയ തന്നെ ഇല്ല എന്നും മുസ്ലിം വിരുദ്ധത തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വർഗീയ പ്രചാരണങ്ങളൊക്കെ നടത്തിയ ആൾക്കാർ ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നത് എന്ന ചിന്തയായിരിക്കാം ഒരു പക്ഷേ ഞാൻ പറയുന്നത്, പലപ്പോഴും ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ചും കേരളത്തിൽ നടന്ന കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിലയിരുത്തിയ മിക്ക ആളുകളും ഒരുപോലെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, 10 വർഷത്തെ ഭരണം
ഇടതുപക്ഷത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചു കൊണ്ടുപോയി എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ടാകും. കേരളത്തിലുള്ള സാമുദായിക ഇക്വേഷൻ, അത് പ്രത്യേകമായ ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി ചില കാര്യങ്ങൾ ചെയ്താൽ ചിലതൊക്കെ നടക്കുമെന്നൊരു തോന്നൽ, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇടതുപക്ഷം അതിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും വളരെയധികം വർഗീയ പ്രസ്താവനകളും വർഗീയവൽക്കരിക്കപ്പെടുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവർ പ്രതിപക്ഷത്താണ്. യഥാർത്ഥ ഒരു ഇടതുപക്ഷ ലൈനിലേക്ക് വരുന്ന ഒരു സൂചനയായി ഇതിനെ എടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ടേക്ക് എന്ന് പറയുന്നത്. കാരണം അതില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അതില്ല എങ്കിൽ, പ്രത്യേകിച്ചും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്നത് തീർച്ചയായും അതിൻ്റേതായ ചില പാരമ്പര്യമുണ്ട്, ആദർശങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഒറ്റ ഉദാഹരണം മാത്രം എടുക്കാം. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം. അതെന്തുകൊണ്ട് രണ്ട് സ്റ്റാൻസയിൽ ഒതുക്കി കോൺഗ്രസ് ഇത്രയും കാലം അങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതിനൊക്കെ ചരിത്രപരമായ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ടാണ് വി ഡി സതീശൻ എൻ്റെ അറിവോടുകൂടിയല്ല അത് പൂർണ്ണമായും ആലപിച്ചത് എന്നുള്ളത് വി ഡി സതീശൻ അടക്കം പറയാനുള്ള കാരണം അതാണ് കോൺഗ്രസിൻ്റെ പൊസിഷൻ. പക്ഷേ ഇങ്ങനൊരു വിവാദമുണ്ടായപ്പോൾ മുഹമ്മദ് റിയാസ് എന്ത് ചെയ്തു? അതിനെതിരെ പ്രതികരിച്ചു. ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടതെങ്കിലും ചില കോൺഗ്രസ് ഹാൻഡിലുകൾ നമ്മൾ കണ്ടത്, പിന്നെ വന്ദേ മാതരം ഞങ്ങൾ പാടിയിരിക്കും, അത് കോൺഗ്രസിൻ്റേതാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന ഒരു വിഭാഗത്തെയാണ് ഞാൻ പറഞ്ഞത്. വി ഡി സതീശൻ ഈ വിഷയത്തിൽ അത് അറിവോടുകൂടിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെ തന്നെ പൊസിഷൻ എടുത്തെങ്കിലും കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാരായ ആളുകൾ, പല ആളുകൾ പോലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരവസ്ഥ ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഭരണം മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ പല രൂപത്തിലുണ്ടാകും. ആഭ്യന്തരത്തിൻ്റെ വിഷയത്തിൽ പല വിഷയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള നയനിലപാടുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ ക്രിയാത്മകമായൊരു പ്രതിപക്ഷമായി ഇടതുപക്ഷത്തിന് നിലനിൽക്കാൻ സാധ്യമാകും. പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് ആഗോളതലത്തിൽ അത്തരത്തിലുള്ള ഒരു ഐഡിയോളജിക്കൽ ബാക്കിംഗ് ഉണ്ട്. നമ്മൾ ആഗോളതലത്തിലുള്ള ഇടത് പ്രസ്ഥാനങ്ങളെ, ലെഫ്റ്റ് പ്രസ്ഥാനങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഭരണം നടത്തിയിരുന്ന ഇടതുപക്ഷത്തെ കമ്പയർ ചെയ്യാൻ തന്നെ പറ്റില്ല. നമ്മൾ കണ്ട ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഈ വർഗീയ പ്രസ്താവനകൾ നടത്തുന്ന, തീവ്രവാദികളാക്കുന്ന, മതമൗലികവാദികളാക്കുന്ന, അങ്ങനെ നിരന്തരം വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെയാണ് നമ്മളൊരു നിയർ മെമ്മറിയിൽ നമുക്കുള്ളത്, അല്ലേ? നമ്മുടെ ഒരു ഏറ്റവും അടുത്ത മെമ്മറിയിൽ നമുക്ക് അവരെ അത് മാത്രമേ ആലോചനയുള്ളൂ. ഇടതുപക്ഷം എന്ന് ആലോചിക്കുമ്പോൾ വിജയരാഘവനെയും AK ബാലനെയും ഒക്കെയാണ് നമുക്ക് പെട്ടെന്ന്, അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന പിണറായി വിജയനെയൊക്കെയാണ് നമുക്ക് ഓർമ്മ വരും. പക്ഷേ യഥാർത്ഥത്തിലുള്ളൊരു ഇടതുപക്ഷം, ആഗോളതലത്തിലുള്ള ഇടതുപക്ഷം വളരെ കൃത്യമായി ഇസ്ലാമോഫോബിയക്കെതിരായി നിലപാടുകൾ സ്വീകരിക്കുന്ന, അപരവൽക്കരണത്തിനെതിരായി നിലപാടുകൾ സ്വീകരിക്കുന്ന, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഒരു, സ്വാഭാവികമായിട്ടും ഇടത് ആശയങ്ങളോട് എനിക്കടക്കം അല്ലെങ്കിൽ ഇവിടെയുള്ള മതവിശ്വാസികളോട് വിയോജിക്കുന്ന പല ഏരിയാസ് ഉണ്ടാവും. ഐഡിയോളജിക്കലി ഞാൻ ഇടതുപക്ഷത്തിനോടൊപ്പമല്ല, ഇടത് ആശയങ്ങൾ എന്നുള്ളതിന് ഒരുപാട് പരിമിതികൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എങ്കിൽ പോലും ഒരു മാനവികമായ പല നിലപാടുകളും ഇടതുപക്ഷത്തിന് എടുക്കാൻ സാധിക്കാറുണ്ട്. ആഗോളതലത്തിൽ നമുക്ക് അങ്ങനെയാണ് കാണാറുള്ളത്. അതുകൊണ്ടാണ് ആഗോളതലത്തിലുള്ള പല വിഷയങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്, ലെഫ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല വിഷയങ്ങളിലും അതിനോട് വിയോജിപ്പുണ്ടായിരിക്കെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച ഒരു ഇടതുപക്ഷത്തെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായി കണ്ടത്. അതിൽ നിന്നുള്ളൊരു തിരിച്ചുവരവായി ഇതിന് ഇത്തരം പൊസിഷൻസിന് DYFI നേതാക്കന്മാരടക്കം അതിനെ ആ രൂപത്തിൽ പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ട് അതിനെ ആ ഒരു മെറിറ്റിലെടുക്കാൻ പൊതുസമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. കൃത്യമായി ഇടതുപക്ഷത്തേക്ക് തിരിച്ചു വരുന്ന ഒരു കാര്യമായി. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മൾ ആശങ്കപ്പെടുത്തുന്നത്, ഇങ്ങനെ ഒരു ഭാഗത്ത് SFI നേതാക്കന്മാരും DYFIയുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെയുള്ളൊരു പൊസിഷൻ കൃത്യമായി, അതായത് ലീഗിനോട് അവർ വിയോജിക്കുമ്പോൾ തന്നെ ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സമുദായത്തിനെതിരായ ഒരു വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തി അങ്ങനെ കുളം കലക്കരുത് എന്ന് പറയുന്ന പൊസിഷൻ SFIയുടെയും DYFIയുടെയും നേതാക്കന്മാർ എടുക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് CPMൻ്റെ നേതാക്കന്മാർ KK രാഗേഷ് അടക്കമുള്ള ആളുകൾ പിന്നെ ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പഴയ പല്ലവിയിലേക്ക്, ഒട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടും ഒരു പാഠവും പഠിക്കാത്ത രൂപത്തിലേക്ക് സംസാരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇവ സ്വാഭാവികമാണ്. ഒരു ഭാഗത്ത് അങ്ങനെ ഉണ്ടാകുമ്പം എന്തേ ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്ന ഒരു കൺഫ്യൂഷൻ ആളുകൾക്ക് ഉണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് കൂടുതലും ഇടതുപക്ഷത്തേക്ക് തന്നെ വരുന്നതിൻ്റെ ഒരു സൂചനയായി ഇത് എടുത്തുകൊണ്ട് അതിനെ എൻഡോസ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ആ നിലക്ക് ഇടതുപക്ഷമായി നിലനിന്നാൽ തീർച്ചയായും ശക്തമായൊരു പ്രതിപക്ഷമാകാനും കൃത്യമായി ഭരണപക്ഷത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങളെയും വ്യതിയാനങ്ങളെയും ചൂണ്ടിക്കാണിക്കാനും അതിനെ തിരുത്തിക്കാനും ഇടതുപക്ഷത്തിന് സാധിക്കും. അതല്ല
ഈ പറഞ്ഞ പൊസിഷൻ എന്നൊക്കെ മാറി നേരത്തെ കെ രാഗേഷ് പറഞ്ഞ ആ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ BJPയുടെ ഹാൻഡിലുകളിൽ നമ്മൾ കാണുന്നൊരു പൊസിഷൻ ഉണ്ടല്ലോ. കാരണം UDFനെ എതിർക്കാൻ വളരെ ഈസി ടാർഗറ്റാണ്. കാരണം എന്താ, ലീഗിനെ പറഞ്ഞുകൊണ്ട് ലീഗിൻ്റെ ചാരിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് അതിനെ എതിർക്കാൻ സാധിക്കും. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കുക CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ദുർബലമാവുകയും BJPയുടെ നറേറ്റീവിലേക്ക് പ്രതിപക്ഷ നറേറ്റീവ് മാറുകയുമാണ് ചെയ്യുക. അതൊരിക്കലും ഉണ്ടാവാതിരിക്കാൻ മതനിരപേക്ഷ സമൂഹം പ്രത്യേകിച്ചും അതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വോയിസുകൾ, അതായത് എതിർ പാർട്ടി ആയിരിക്കുമ്പോൾ തന്നെ ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വർഗീയ പ്രചാരണം പാടില്ല എന്ന് പറയുന്നൊരു പൊസിഷൻ ഇടതുപക്ഷത്തു നിന്ന് ആളുകൾ എടുക്കുമ്പോൾ അതിനെ എൻഡോസ് ചെയ്യാൻ നമുക്കടക്കം സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരിക്കലും ഇടതുപക്ഷത്തോട് പൂർണ്ണമായി യോജിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ആ ഒരു പൊസിഷനാണ് കേരളത്തിൻ്റെ ഇത്രയും കാലത്തെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇടത് വലത് മുന്നണികൾ ഈ ഒരു കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ബാലൻസിൽ മുന്നോട്ട് പോയതുകൊണ്ടാണ് കേരളമായി നിലനിന്നത്. അതെപ്പോൾ തെറ്റുന്നോ അപ്പോൾ അതുകൊണ്ടുള്ള ഒരു നേട്ടം കൊയ്യുന്നത് വർഗീയ കക്ഷികളാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടത്. വളരെ കൃത്യമായ ഒരു ഇടത് വലത് ബാലൻസിൽ നിന്നും തെറ്റിക്കൊണ്ട് ഇടതുപക്ഷം കുറച്ചുകൂടി ഒരു വർഗീയ പ്രചാരണങ്ങളിലേക്കും വർഗീയ പ്രസ്താവനകളിലേക്കും മാറിയപ്പം അതിൻ്റെ ബെനിഫിറ്റ് എടുത്തത് BJP ആണ്. 3 സീറ്റുകൾ ഇപ്പോൾ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ 3നെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. എങ്ങനെ? മുൻപുണ്ടായിരുന്നത് പോലെ വർഗീയതയില്ലാത്ത, എന്നാൽ കൃത്യമായ ഇടത് വലത് പൊളിറ്റിക്സ് നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കേരളത്തെ കൊണ്ടുവരണം. അതിന് ഇത്തരം മതനിരപേക്ഷമായ ഇത്തരം പൊസിഷൻസിലേക്ക് ഇരുവിഭാഗവും എത്തുകയാണ് വേണ്ടത്. സ്വാഭാവികമായും ഭരണപക്ഷത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല നേതാക്കന്മാർ ഇടതുപക്ഷത്തും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആ രൂപത്തിലൊരു ക്രിയാത്മക പ്രതിപക്ഷമാകാൻ BJPയുടെ ഒരു B ടീമായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ കണ്ടതുപോലെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താതെ കൃത്യമായൊരു ക്രിയാത്മക പ്രതിപക്ഷമായി മാറാൻ ഇടതുപക്ഷത്തിന് സാധിക്കേണ്ടതുണ്ട്. അതിന് സാധിക്കും. ഐഡിയോളജിക്കലായ ഒരു ബാക്കിംഗ് ഉണ്ട്. സാമൂഹികമായി ഇപ്പോൾ ഉള്ള കുറച്ച് നേതാക്കന്മാരുടെ കുറച്ച് നാവടക്കുക എന്നുള്ള കാര്യം കൂടി ആയിരിക്കും ഇനി അവിടെ വേണ്ടിവരിക. അങ്ങനെ തിരിച്ചടികളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായ ഒരു പ്രതിപക്ഷമാകാൻ, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ, വർഗീയ പ്രസ്താവനകൾ ഒഴിവാക്കാൻ, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.